ഹലോ എവരിവൺ, ഇറ്റ്സ് മീ ചന്ദ്രു. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കേട്ടറ്റിന്റെ കുറച്ച് പ്രീവൈസ് PYQs ആണ്, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ കഴിഞ്ഞ കേട്ടറ്റ് എക്സാമിനൊക്കെ ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു 5 ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം PYQs നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ടോപ്പിക്കും ഇതിനിടയ്ക്ക് ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്കപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഇൻമേം കോൻ പ്രേമമാർഗി കവി നെഹി ഹെ എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇത് കാറ്റഗറി 3 കാറ്റഗറി 4 ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇൻമേം കോൻ പ്രേമമാർഗി കവി നെഹി ഹെ, മഞ്ചൻ, കുത്തൂബൻ, ദാദു ദയാൽ, ഉസ്മാൻ. ഓക്കെ, അപ്പൊ 3ക്ക് വേണ്ടിയൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവര് കറക്റ്റ് ആയിട്ട് നോക്കുക. അപ്പോൾ ഇതിനകത്ത് 4 ഓപ്ഷൻസ് എന്ന് പറയുന്നത് മഞ്ചൻ, കുത്തൂബൻ, ദാദു ദയാൽ, ഉസ്മാൻ ആണ്. അപ്പൊ റൈറ്റ് ആൻസർ ഇതിനകത്ത് ദാദു ദയാൽ ആണ്. കാരണം ബാക്കിയുള്ളതെല്ലാം സൂഫി പ്രേമാഖ്യാൻ കവി അല്ലെങ്കിൽ സൂഫി പ്രേമകാവ്യം എഴുതുന്ന കവികളാണ്. പക്ഷെ നമ്മൾ ദാദു ദയാൽ ആണെങ്കിൽ നിർഗുണ ഭക്ത കവികളിൽ ഒരാളാണ്. ഓക്കെ, അപ്പൊ അതാണ് ഒറ്റപ്പെട്ടത്. ഇനി അടുത്തതിലേക്ക് നോക്കാം. ആൻസർ ഇതിനകത്തുണ്ട്. അപ്പൊ നമ്മൾ ഇത് വീഡിയോ കഴിയുമ്പോഴത്തേനും ഇത് PDF ആയിട്ട് ടെലിഗ്രാം ചാനലിൽ ഷെയർ ചെയ്യുന്നതാണ്. അടുത്താണ് കിസ് ആചാര്യനെ ധ്വനിക്കോ കാവ്യക്ക് ആത്മാ മാന. അപ്പൊ ഇതിൽ ഏത് ആചാര്യാണ് ധ്വനിയെ കാവ്യത്തിന്റെ ആത്മാ എന്ന് പറഞ്ഞിരിക്കുന്നത്? ഓക്കെ, അപ്പൊ നമ്മൾ പലരുടെയും ഒപ്പീനിയൻസ് കണ്ടിട്ടുണ്ട്, കാവ്യക്ക് ആത്മാ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ എന്താണ് ധ്വനി എന്നതിനെ കാവ്യത്തിന്റെ ആത്മയായിട്ട് അല്ലെങ്കിൽ ആത്മാവായിട്ട് കണക്കാക്കിയിരിക്കുന്ന ആരാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. അഭിനവ് ഗുപ്ത്, ഭരതമുനി, വിശ്വനാഥ്, ആനന്ദ് വർദ്ധൻ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഏതായിരിക്കും റൈറ്റ് ആൻസർ? ഓക്കെ, ഇതിനകത്ത് ആനന്ദ വർദ്ധനാണ് റൈറ്റ് ആൻസർ. കാരണം അദ്ദേഹത്തിന്റെ രചനയായിട്ടുള്ള ധ്വന്യാലോകിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ധ്വനിയെ കാവ്യത്തിന്റെ ആത്മയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 3ാമത്തെ ക്വസ്റ്റ്യൻ ആണ് സ്ത്രീലിംഗ ശബ്ദ് കോൺസാഹെ. 4 ഓപ്ഷൻസ് ഉണ്ട്. ഖേത്ത്, ഖത്ത്, ജീഫ്, കാഗസ്. ഇതിൽ സ്ത്രീലിംഗ ശബ്ദ് ഏതാണ്? അപ്പൊ നിങ്ങൾ ജനറലി കുറച്ച് റയർ കേസുകളൊക്കെ ഉണ്ട്, അപ്പൊ അതിനകത്ത് അങ്ങനെ വരുന്ന സ്ത്രീലിംഗ ശബ്ദം ഏതാണെന്ന് കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുക. അതിലൊന്നാണ് ജീഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ജീഫ് എന്നതാണ്, അതായത് നാക്ക്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ബയോഗ്രാഫിയ ലിറ്ററേറിയക്ക് ലേഖ കോൻ ഹെ. ബയോഗ്രാഫിയ ലിറ്ററേറിയ എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ്? ഇത് നമ്മുടെ പാശ്ചാത്യ കാവ്യശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കോൾറിസ്, ലോങ്കിനസ്, റിച്ചാർഡ്സ്, ഇലിയട്ട് എന്നതിൽ ആരാണ് ബയോഗ്രാഫിയ ലിറ്ററേറിയ എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതിയത്? ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് അതിന്റെ ആൻസറിലേക്ക് പോകാം. ആൻസർ കോൾറിസ് ആണ്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ കാവ്യ സിദ്ധാന്തങ്ങളെ കുറിച്ചൊക്കെ പരാമർശിച്ചിരിക്കുന്ന ഗ്രന്ഥമാണ് ബയോഗ്രാഫിയ ലിറ്ററേറിയ. ഓക്കെ, ഇതാണ് 4ാമത്തെ ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. 5ാമത്തെയാണ് തുളസീദാസ് കി ഭക്തി കിസ് ഭാവ് കി മാനി ജാത്തി ഹെ. തുളസീദാസിന്റെ ഭക്തി ഭാവന അത് ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അത് ഏത് തരത്തിലുള്ളതാണ്? സ്മരൺ ഭക്തി, സഖ്യ ഭക്തി, ശ്രവൺ ഭക്തി, ദാസ്യ ഭക്തി. ഇങ്ങനെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് തുളസീദാസിനെ കുറിച്ച് ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്, അപ്പൊ അതിന്റെ ലിങ്കും കൂടി ഞാൻ ഷെയർ ചെയ്യാം. അപ്പൊ അത് ടെലിഗ്രാമിൽ. അപ്പൊ അത് കുറച്ചുകൂടി എന്താണ് ആ ഒരു ടോപ്പിക്ക് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. ഇപ്പൊ തുളസീദാസിന്റെ ഭക്തി എന്ന് പറയുന്നത്, നമുക്ക് ആൻസറിലേക്ക് പോകാം, ദാസ്യ ഭക്തിയാണ്. കാരണം അദ്ദേഹം രാമന്റെ ഒരു സേവകായിട്ടാണ് തന്നെ കണക്കാക്കിയിരുന്നത്. വേ സ്വയം കോ രാം കാ സേവക് മാനത്തെ थे. അതായത് സ്വയം എന്താണ്, താൻ രാമന്റെ സേവകനാണ് എന്ന് വിശ്വസിച്ചിരുന്ന ആളാണ് തുളസീദാസ്. ഓക്കെ, അപ്പം ഇതാണ് ഇന്നത്തെ ഒരു 5 ക്വസ്റ്റ്യൻസ്. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. നമ്മൾ കേട്ടതിന്റെ പ്ലേലിസ്റ്റ് നോക്കുവാണെങ്കിൽ ഇപ്പൊ എത്രയാണ്, 80ന് മുകളിൽ വീഡിയോസ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം 4, 3 ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത് നോക്കുക, കുറച്ചൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ്. തബ് തക് के लिए ओके बाय.